അപ്പോൾ നമ്മളിനി പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് SDPI ഇടതിനോടും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വലതിനോടും ചേർന്ന് നിൽക്കുന്ന, അതായത് തീവ്രമായ രാഷ്ട്രീയം ചേർത്തു പിടിക്കുന്ന രണ്ട് മുന്നണികളെ പൊതുജനം കാണുന്ന ഒരിടമാണ്, പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരിടമാണ്. ബാക്കി വേണ്ടി ഏത് തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടാമെന്നുള്ളൊരു സന്ദേശം കൂടി അവിടെ തരുന്നുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ഉള്ള രണ്ട് മുന്നണികൾ അവിടെ മത്സരിക്കുന്നു. മറുവശത്ത് BJP ഏറ്റവും ശക്തി പ്രാപിച്ച ഒരു കാലമാണിത്. കാരണം നഗരസഭയിൽ നമ്മളത് കണ്ടതാണ്, കോർപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശക്തി ആർക്ക് എന്ന ചോദ്യത്തിന് തൽക്കാലം എളുപ്പത്തിലൊരു ഉത്തരം പറയുക സാധ്യമല്ല. അതേസമയം ഇടതുപക്ഷത്തിന് വല്ലാത്ത ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഒറ്റ ദിവസം പിന്നിട്ടാൽ, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വോട്ടിടാനാണ്. എന്താണ് കോഴിക്കോട് അടക്കമുള്ള വടക്കൻ കേരളം വിളിച്ചു പറയുന്നത്? നോക്കൂ കൃഷ്ണരാജ്, അശ്വതി, ഈ വടക്കൻ കേരളത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്ത, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വടക്കൻ കേരളത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്ത ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത ചില കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഈ പേരാമ്പ്രയിൽ ഈ LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയാണ്. ഈ ഫാത്തിമ തഹ്ലിയ ഈ പേരാമ്പ്രയിലുടനീളം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമുദായത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ട്. എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനാണ്. ഇടതുപക്ഷം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഫാത്തിമ തഹ്ലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വിഭാഗം രംഗത്ത് വരികയും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതവർഗീയ സംഘടനയുടെ ഒരു നോമിനി ഇത്തവണ മലബാർ മേഖലയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഒട്ടും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒന്നും തന്നെ അംഗീകരിക്കില്ല, അതൊക്കെ സമൂഹത്തെ ബാധിച്ച രോഗമാണ് എന്ന് പറഞ്ഞു വെച്ച പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച വർഗീയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നോമിനി ഉണ്ടാകുന്നു. ആ നോമിനി UDFന്റെ ബാനറിൽ ഇത്തവണ പേരാമ്പ്രയിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അതിനുശേഷം പിന്നീട് വന്ന വാർത്ത SDPI എന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത തീവ്രവാദ സംഘടനയുടെ മറ്റൊരു മുഖമാണ് ഈ SDPI. ഈ SDPI സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെതിരെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അതിനുശേഷം പിന്നീട് UDFന്റെ സമുന്നത നേതാക്കൾ ഈ സ്ഥാനാർത്ഥിയെ വിളിക്കുന്നു, അപേക്ഷിക്കുന്നു. അതോടെ ഈ SDPI ആ സ്ഥാനാർത്ഥി അവിടെ നിന്ന് പിൻവലിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന്, വടക്കൻ കേരളത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള മതവർഗീയ സംഘടനകൾ പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള മതവർഗീയ സംഘടനകളുടെ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് മലബാർ മേഖലയിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും കാണാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കോഴിക്കോട്, അതുപോലെ തന്നെ പാലക്കാട്, കാസർഗോഡ്, ഈ 3 സ്ഥലങ്ങളിലും ഏറെ പ്രതീക്ഷയോടെ BJP നോക്കിക്കാണുന്ന പ്രദേശം കൂടിയാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനാണ്. ചുരുങ്ങിയ വോട്ടിന് മാത്രമാണ്, നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന പ്രദേശമാണ്. ചുരുങ്ങിയ വോട്ടിനാണ് 2016-ലും 2021-ലും അവിടെ BJPക്ക് ഭരണം നഷ്ടമായിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കാസർഗോഡും ഇത്തരത്തിലൊരു വലിയ മത്സരം നടക്കുന്ന പ്രദേശമാണ്. അവിടെയും വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. പാലക്കാടും ഇതേ രീതി തന്നെയാണ്. കോഴിക്കോട് നോർത്ത് സൗത്ത്, കാരണം ഇവിടെയും അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ വടക്കൻ കേരളത്തിലും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. ആദ്യത്തെ താമര, ചരിത്ര താമര വിരിയുക വടക്കൻ കേരളത്തിലായിരിക്കും എന്നാണ് NDA ക്യാമ്പിന്റെ അടിയുറച്ച വിശ്വാസം. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ UDFനേക്കാൾ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിനാണ് സാധ്യത എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് പോപ്പ് ഒരു സാധാരണക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്. ഈ മലബാർ മേഖലയിലൊക്കെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDFന് ഒരു സ്വാധീനവും ഉണ്ടാവില്ല, UDFന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരം വടക്കൻ കേരളത്തിൽ
പല മേഖലകളിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് യു ഡി എഫ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തണലിലാണ് എന്നുള്ളതാണ് സീറ്റ് തർക്കം. മുസ്ലിം ലീഗും യു ഡി എഫും തമ്മിൽ ആദ്യഘട്ടത്തിൽ തന്നെ സീറ്റ് തർക്കമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നിരവധി സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സീറ്റ് കൊടുക്കാൻ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് തയ്യാറായിരുന്നില്ല. പിന്നീട് ആ സീറ്റ് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ആ സീറ്റ് യു ഡി എഫ് വെച്ച് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് അണികളിൽ വലിയ പ്രശ്നം രോക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് മലബാർ മേഖലയിലെ ഒരു രാഷ്ട്രീയ ചിത്രം പുറത്തു വരുന്നത്. ഏതായാലും തെക്കും വടക്കും മധ്യ കേരളവും ആവേശ പോരാട്ടത്തിലാണെന്ന് വ്യക്തമാണ്. ഒരു വശത്ത് തീവ്ര സംഘടനകളെ കൂട്ടുപിടിച്ച് യു ഡി എഫും എൽ ഡി എഫും നിൽക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അജയ്യമായ കുതിപ്പാണ് ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് വെക്കുന്നത്. നോക്കാം എന്താകും. അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു രണ്ട് മുന്നണികളും ഈ ആരോപണങ്ങൾ പ്രത്യാരോപണം കൊണ്ട് കളം നിറയുമ്പോൾ ബി ജെ പി അവർ കൃത്യമായ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകും. വിവാദങ്ങൾക്ക് ചെവി കൊടുക്കലല്ല, വികസനത്തിന് കൈകൊടുക്കലാണ് ഞങ്ങളുടെ രീതി എന്നാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്നത്.